ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും എന്നെ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സർ, അവൻ്റെ ഭാഗത്ത് നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം എനിക്ക് ലഭിക്കുന്നില്ല, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ട് തരത്തിലുള്ള സ്നേഹമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല ആളുകളും എനിക്ക് സ്നേഹം ഇങ്ങോട്ട് കിട്ടണം, പലതും ഇങ്ങോട്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. എന്നാൽ ചില ആളുകളുടെ സ്നേഹം എന്ന് പറയുന്നത് അവർ അങ്ങോട്ട് കൊടുക്കലായിരിക്കും, ഗിവിങ് ആയിരിക്കും. ആ ഗിവിങ്ങിലൂടെയാണ് അവർക്ക് ഒരു സന്തോഷവും സുഖവും ഒക്കെ അനുഭവപ്പെടുന്നത്. ചില ആളുകൾ തിരിച്ച് റിസീവ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇതിൽ ഏതിനാണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആളാണെങ്കിലും സ്നേഹം തിരിച്ച് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഗിവിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇഷ്ടപ്പെടണം. എന്തൊക്കെയാണ് നമുക്ക് നൽകാൻ കഴിയുക? സ്നേഹം, അതുപോലെ തന്നെ നമ്മുടെ ടൈം അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. ലവ്, ടൈം, അഫെക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം, അഥവാ നമ്മൾ നൽകാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് തിരിച്ചു ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നൽകുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതും. പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും അവർക്ക് വേണ്ട സപ്പോർട്ടും അതുപോലെ തന്നെ പിന്തുണയും സഹായങ്ങളും ഒക്കെ ലഭിക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ പോയിന്റിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ബി പോസിറ്റീവ് എന്നുള്ളത്. അതിനർത്ഥം നിങ്ങൾ 24 മണിക്കൂറും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല. നേരെ മറിച്ച് നമ്മൾ പരാതി പറയുന്ന കാര്യങ്ങൾ, എപ്പോഴും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇതൊക്കെ കുറച്ച് കുറക്കുക. അതിന് പകരം ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും, ആ ഒരു ഹാപ്പിനെസ് അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, പരാതി പറയാതിരിക്കുക, ഒരു ഇൻഫ്ലുവൻസർ ആവുക. ഇൻഫ്ലുവൻസർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അവർ ചിലപ്പോൾ മേ ബി എന്തെങ്കിലുമൊക്കെ പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുക, വേണ്ട പ്രോത്സാഹനം നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും നൽകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ അവർ തിരിച്ചു നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുക. ബി യുവർ സെൽഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും പ്രോത്സാഹനമോ അവർ ഇങ്ങോട്ട് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തിരിച്ച് നന്ദി പ്രകടിപ്പിക്കുക, താങ്ക്സ് പറയുക. ആ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഈ 4 കാര്യങ്ങൾ, അത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹം തിരിച്ചു കിട്ടും. പ്രയോറിറ്റി കിട്ടുന്നില്ല, വാല്യൂ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ 4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ദീർഘകാലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ മറ്റോ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. നമസ്തേ.